ഹലോ ഓൾ, വെൽക്കം ടു ക്വിക്ക് ലേൺ ബൈ ആൻഡ് ലേൺ. അപ്പോൾ നമ്മളുടെ ക്വിക്ക് ലേൺ സെഷൻസ് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സെഷനിൽ ഓൾറെഡി 3 ക്ലാസ് നമ്മളുടെ കഴിഞ്ഞു, എക്സ്പ്ലനേഷൻസും കഴിഞ്ഞു, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കണ്ടു. ഇത് നമ്മളുടെ 4th ക്ലാസ് ഓഫ് ക്വിക്ക് ലേൺ സെഷൻസ് ആണ്. അപ്പോൾ ഈ 4th സെഷനിലേക്ക്, ഈ ക്വിക്ക് ലേണിലേക്കും എൻ ലേണിലേക്കും എല്ലാവർക്കും വെൽക്കം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് CSIR 2023 ഡിസംബർ ഈവനിങ് ഷിഫ്റ്റിലെ സെൽ ബയോളജി എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Microtubule cytoskeleton utilizes some accessory proteins to regulate microtubule dynamics. Accessory proteins are given in column X and their typical functions in column Y. എന്നിട്ട് നമുക്കൊരു കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Which one of the following options represent all correct matches between column X and Y? നമുക്ക് 2 കോളം ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് മാച്ച് ചെയ്യാന്നായിരിക്കുമല്ലോ എന്ന് നമുക്ക് ഊഹിക്കാലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഗാമ ടർക്ക്, എക്സ്മാപ് 215, കാറ്റനിൻ, ഓഗ്മിൻ എന്ന് പറയുന്ന 4 പ്രോട്ടീൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് അവരുടെ ഫങ്ഷൻസ് എന്താ നോക്കാം, എന്നിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. കാറ്റനിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ മൈക്രോട്യൂബ്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒന്നാണ് കാറ്റനിൻ. ഓക്കെ, കാറ്റനിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ മൈക്രോട്യൂബ്യൂൾസിന്റെ ഗ്രോത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരാളാണ്. അതായത് നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂണിറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് കാറ്റനിൻ എന്ന് പറയുന്നത്. ഇനി കാറ്റനിന്റെ ഫങ്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരൊരു മൈക്രോട്യൂബ്യൂളിന്റെ സബ് യൂണിറ്റ്സിനെ പുൾ ഔട്ട് ചെയ്തിട്ട് കളയുന്ന ഫംഗ്ഷൻ ആണ്. അതായത് മൈക്രോട്യൂബ്യൂളിന്റെ സബ് യൂണിറ്റ്സിനെ അങ്ങനെ തന്നെ സിവിയർ ചെയ്ത് കളയുന്ന ഒരു ഫംഗ്ഷൻ ആണ് കാറ്റനിൻ ഉള്ളത്. നെക്സ്റ്റ് നമ്മളുടെയാണ് ഗാമ ടർക്ക് എന്ന് പറയുന്നത്, അതായത് ഗാമ ട്യൂബുലിൻ റിംഗ് കോംപ്ലക്സ്. അതൊരു മാക്രോമോളിക്കുലർ സ്ട്രക്ചർ ആണ്. മൈക്രോട്യൂബ്യൂളിന്റെ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഗാമ ടർക്ക് എന്ന് പറയുന്നത്. അത് ഗാമ ട്യൂബിലിനും അതുപോലെ വേറെ കുറച്ച് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഗാമ ടർക്ക് ഉണ്ടാക്കുന്നുണ്ടാവുക. ഓക്കെ, ഇത് ഗാമ ടർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രോസോം ഉണ്ടല്ലോ, സെൻട്രോസോം സെൽ ഡിവിഷൻസിലൊക്കെ വരുന്ന സെൻട്രോസോം, ആ സെൻട്രോസോമിന്റെ ഉള്ളിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് ഗാമ ടർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്മാപ് 215 എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു പ്രോസസീവ് പോളിമറൈസ് ആണ് that directly catalyzes the addition of up to 25 tubulin dimers to the growing placenta. ഇവിടെ നമ്മുടെ മൈക്രോ ട്യൂബ്യൂൾസിന്റെ കാര്യമാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മൈക്രോ ട്യൂബ്യൂൾസിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്യൂബുലിൻ ഡൈമേഴ്സ് ആണ്. ആൽഫ ബീറ്റ ട്യൂബുലിൻ ഡൈമേഴ്സ് ആണ് അവരുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്മാപ് 215ന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾമോസ്റ്റ് ഒരു 25 നമ്പർ ഓഫ് ട്യൂബുലിൻ ഡൈമേഴ്സിനെ ഗ്രോയിങ് പ്ലസ് എൻഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എക്സ്മാപ് 215 എന്ന് പറയുന്നത്. ഓക്കെ, ഇവർക്ക് ടോഗ് എന്ന് പറയുന്ന TOG ടോഗ് എന്ന് പറയുന്ന ഡൊമൈൻസ് ഉണ്ട് ഇവരുടെ സ്ട്രക്ചറിൽ. അവരായിരിക്കും ഇവരുടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഓഗ്മിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഓഗ്മിൻ എന്ന് പറയുന്നത് മൈക്രോട്യൂബ്യൂൾ ഡെൻസിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന ആളാണ്. അതായത് മൈക്രോട്യൂബ്യൂൾസിന്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. വിത്തിൻ ദ സ്പിൻഡിൽ ബൈ റിക്രൂട്ടിംഗ് ഗാമ ടർക്ക് to pre-existing microtubules and nucleating branching microtubules. ഇപ്പൊ നമ്മൾ ഗാമ ടർക്കിന്റെ ഫംഗ്ഷൻ എന്താ പറഞ്ഞത്, അവര് മൈക്രോട്യൂബ്യൂൾസിനെ യൂകാരിയോട്സിൽ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആൾക്കാരായിരുന്നു അല്ലേ. ആ ഗാമ ടർക്കിനെ റിക്രൂട്ട് ചെയ്യാന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഓഗ്മിൻ മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരെന്താണ്, ഒരു ബ്രാഞ്ചിങ് പ്രോട്ടീൻ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ബ്രാഞ്ചിങ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മൈക്രോട്യൂബ്യൂൾസ് ഗ്രോത്ത് നടക്കുന്നതിന്റെ ഡയറക്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ബ്രാഞ്ചിങ് പ്രോട്ടീൻ. ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മൈക്രോട്യൂബ്യൂളിന്റെ ഡെവലപ്മെന്റ് ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു 30 ഡിഗ്രി എന്തെങ്കിലുമൊക്കെ ഒരു ചെരിവോ എന്തെങ്കിലുമൊക്കെ വരണം, അല്ലാന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു മൈക്രോട്യൂബ്യൂൾ ഗ്രോത്ത് വേണം, അവിടേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്മളുടെ ബ്രാഞ്ചിങ് പ്രോട്ടീൻസ് ആയിട്ടുള്ള നമ്മുടെ ഓഗ്മിൻ ഒക്കെ പോലത്തെ പ്രോട്ടീൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ആ പറയുന്ന ഡൈവേർഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ ആ പറയുന്ന ബ്രാഞ്ചിങ് ഹെൽപ്പ് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ ഓഗ്മിന്റെ ഫംഗ്ഷൻ പറയുന്നത് ബ്രാഞ്ച് പോയിന്റ് ആയിട്ടും ബ്രാഞ്ചിങ് പ്രോട്ടീൻ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗാമ ടർക്കിനെ റിക്രൂട്ട് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ബ്ലൂ കളറിൽ റെപ്രസെന്റ് ചെയ്തതാണ് നമ്മുടെ ഓഗ്മിൻ കോംപ്ലക്സ്. ആ ഓഗ്മിൻ കോംപ്ലക്സ് ഈ റെഡ് കളറിലുള്ള ഗാമ ടർക്കിനെ കൊണ്ടുവന്ന് ബൈൻഡ് ചെയ്തിട്ട് അവിടെ അവരുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അവരുടെ ഫംഗ്ഷൻ. ഓക്കെ, ഇതാ ഇവിടെ കണ്ടോ, ഗാമ ടർക്കുകൾ ഉണ്ട്. ഇവിടെ എക്സ്മാപ് 215ന്റെ ഫംഗ്ഷൻ നമ്മൾ എന്താ പറഞ്ഞത്,
അവര് ഓൾമോസ്റ്റ് ഒരു 25 ട്യൂബുലിൻ ഡൈമേഴ്സിനെങ്കിലും ആഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ആൾക്കാരാന്ന് പറഞ്ഞിരുന്നു അല്ലെ? അതായത് ഡൈമേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഗാമ ആൽഫ ബീറ്റ ട്യൂബുലിൻ ഡൈമേഴ്സ്, അതായത് ഇവരുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആയിട്ടുള്ള ഒത്തിരി ഇവിടെ ഉണ്ട്. പക്ഷെ ഒന്നിനും ഇവിടെ ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ എക്സ് മാപ്പ് 215% ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? അവർ ഈ ഡൈമേഴ്സിനെ ഇവിടേക്ക് ആഡ് ചെയ്തിട്ട് അതിന്റെ പോളിമറൈസേഷൻ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ടോഗ് എന്ന് പറയുന്നതെല്ലാം അവരുടെ ഡൊമൈൻസ് ആണ്. ഇതിനെ എന്താ പറയുന്നത്, ഒരു വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫ്. ഓക്കെ, ഇപ്പൊ ടോഗ് ഡൊമൈൻസ് വെച്ചിട്ടായിരിക്കും അവർ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്കിത് മാച്ച് ചെയ്ത് നോക്കാം. ഗാമ ടർക്ക് എന്ന് പറയുന്നത് ന്യൂക്ലിയേറ്റ്സ് അസംബ്ലി ആൻഡ് റിമെയിൻസ് അസോസിയേറ്റഡ് വിത്ത് ദ മൈനസ് എൻഡ്. പിന്നെ എക്സ് മാപ്പ് 215 എന്ന് പറയുന്നത് പ്ലസ് എൻഡിനെ സ്റ്റെബിലൈസ് ചെയ്യും, റാപ്പിഡ് മൈക്രോട്യൂബിൾ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, കാറ്റനിൻ എന്ന് പറയുന്നത് സിവിയേഴ്സ് മൈക്രോട്യൂബിൾ. സിവിയർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, ബ്രേക്ക് ഡൗൺ ചെയ്യാന്നുള്ളതിന് നമ്മൾ എന്താ പറയാ, മൈക്രോട്യൂബ്യൂള്, മൈക്രോഫിലമെന്റ് എന്നൊക്കെ പറയുന്ന സൈറ്റോസ്കെൽറ്റൽ പ്രോട്ടീൻസിൽ നമ്മൾ ഈ ഡിസോസിയേറ്റ് ചെയ്തു പോവുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സിവിയർ ചെയ്യാന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞാൽ കാറ്റനിൻ എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അല്ലെ? അപ്പൊ ഒരു മൈക്രോട്യൂബ്യൂൾസിനെ സിവിയർ ചെയ്യുന്ന ആൾക്കാരാണ്. ലാസ്റ്റ് വൺ ഓഗ്മിൻ എന്ന് പറയുന്ന ആളുടെ ഫംഗ്ഷൻ എന്താ, ഹെൽപ്സ് മൈക്രോട്യൂബ്യൂൾ ബ്രാഞ്ചിങ്. ക്ലിയർ അല്ലേ? അപ്പോ A3, B1, C4, D2 എന്ന് പറയുന്ന സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.